ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 34 അധ്യായം 9 വചനം, കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ അവസാന ദിവസം, ഈ ഞായറാഴ്ച വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദേവാലയത്തിലെ ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ നമുക്ക് സാധിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം ദേവാലയത്തിൽ ദർശിക്കപ്പെട്ടപ്പോൾ അവന് ദൈവഭയം നിറയുകയാണ്. ആ ഭയത്തിന്റെ ആഴത്തിൽ നിന്ന് അവൻ അനുതാപത്തിലേക്ക് മാറുകയാണ്. അവന്റെ റിയാലിറ്റിയെക്കുറിച്ച് അവന് ബോധ്യം വരികയാണ്. അവൻ എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ പറയുകയാണ്, കർത്താവേ, ഐ ആം നോട്ട് വർത്തി. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, അവിടുത്തെ ദയയും കരുണയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് ചേർത്ത് നിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവഭയത്തിന്റെ നിറവ് നമുക്കുണ്ടാവട്ടെ. പരിശുദ്ധ അമ്മ ദൈവത്തെ ഭയപ്പെട്ടവളായിരുന്നു, ദൈവഭയം നിറഞ്ഞവളായിരുന്നു. അതുകൊണ്ട് അവൾ ദൈവകൽപ്പനകൾ പാലിക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. ദൈവഭയം ദൈവകൽപ്പനകൾ പാലിക്കാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തികളിലും വാക്കുകളിലും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവഭയമുള്ളവരായി മാറുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച് ആഴമായി ബോധ്യമുള്ളവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ വലിയ കരുണയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വ്യാപരിക്കുമ്പോൾ കർത്താവ് ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുകയായിരുന്നു. ഓരോ ജീവിതങ്ങൾ ഏറ്റെടുക്കുന്നത് കാണുകയായിരുന്നു.